ഹലോ ഫ്രണ്ട്സ്, ഐ ശ്രുതി ഫ്രം ലോലിപോപ്സ്. ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ഫാബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്യുവർ ചന്തേരിയും മസ്ലിനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് കോട്ടണുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല എലഗന്റ് പീസസ് ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഓരോന്നായിട്ട് കാണാം. നമ്മുടെ ഫസ്റ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല പ്യുവർ ചന്തേരിയിലാണ് വന്നിരിക്കുന്നത്. പ്യുവർ ചന്തേരിക്കകത്ത് പിൻടെക്സ് ആണ് വന്നിരിക്കുന്നത്. പിൻടെക്സ് ആ ഫ്രണ്ട് പോർഷൻ. പിൻടെക് എന്ന് പറയുമ്പോൾ ഈ നാരോ ആയിട്ടുള്ള പ്ലീറ്റ്സിനെയാണ് പിൻടെക്സ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ടാണ് അത് മിഡിൽ പോർഷന് മാത്രമാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നതും ചന്തേരിക്കകത്ത് തന്നെ കംപ്ലീറ്റ്ലി പോൾക്കാ ഡോട്ട്സ് ആണ്. അതായത് ടോപ്പിന്റെ കളറിലുള്ള പോൾക്കാ ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ബോട്ടത്തിന്റെയും ഈ ദുപ്പട്ടയുടെയും ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതിന്റെ ആ ഷെയ്ഡിനോട് ചേർന്നിട്ട് വൈറ്റ് ആയിട്ട് മിക്സ് ചെയ്തൊരു ചെറിയൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ക്രീം ആൻഡ് പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. അതിന്റെ ബോട്ടം എന്ന് പറയുന്നത് സെയിം ആണ്. ഈ ദുപ്പട്ട പോലെ തന്നെ സെയിം ആണ് അതിന്റെ ബോട്ടം വന്നിരിക്കുന്നത്. 2.5 ആണ് ബോട്ടം. ടോപ്പ് വന്നിട്ട് 2.5 ആണ്. ദുപ്പട്ട വരുന്നത് 2.3 ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1490. ഇതിന്റെ കുറച്ച് കളർ ചേഞ്ചസ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ ഈ കളർ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. ടോപ്പ് വരുന്നത് മിഡ് നൈറ്റ് ബ്ലൂവിൽ പിൻടെക്സ് ആണ് വന്നത്. പിൻടെക് കംപ്ലീറ്റ്ലി അവൈലബിൾ അല്ല. ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട് നടുവിലായിട്ടാണ് ആ ഒരു പോർഷനാണ് കംപ്ലീറ്റ്ലി അത് വന്നേക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ സെയിം പോൾക്കാ ഡോട്ട്സ് ആണ് വന്നേക്കുന്നത്. പോൾക്കാ ഡോട്ട്സ് ഇതിനേക്കാൾ ഒരു ഡിം ഷെയ്ഡിൽ, ഇതിനേക്കാൾ ഒരു ലൈറ്റർ ഷെയ്ഡിൽ അതേ സെയിം തിങ് തന്നെയാണ് അതിന്റെ ദുപ്പട്ടയിൽ വന്നേക്കുന്നത്. എല്ലാം ചന്തേരിയാണ്, പ്യുവർ ചന്തേരിയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് അത്ര അങ്ങനെ സ്റ്റിഫ് അല്ല, നമുക്ക് അത്യാവശ്യം ഒതുക്കിയിടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫാബ്രിക് ആണ് കേട്ടോ ചന്തേരി എന്ന് പറഞ്ഞാൽ. നന്നായിട്ട് ബോഡി ഫിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റും. പ്രൈസ് വന്നിട്ട് 1490. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. നമ്മുടെ ഈ കളർ വന്നേക്കുന്നത് നല്ലൊരു റെഡ് ആണ്. ടോപ്പ് വരുന്നത് റെഡ് ആണ്. അതിന് പെയർ ചെയ്യുന്ന ബോട്ടവും ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ആ റെഡിനെക്കാളും ഒന്ന് ഡിം ചെയ്തത് ഒരു പിങ്ക് ഷെയ്ഡിൽ പോൾക്കാ ഡോട്ട്സ് വരുന്നത് ആ റെഡ് കളറിൽ തന്നെയാണ്. ദുപ്പട്ട വരുന്നതും സെയിം ആണ്. സെയിം രീതിയിലാണ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കോംബോയും ആണ്, ബ്യൂട്ടിഫുൾ പാറ്റേണും ആണ്. നമ്മൾ ഇതുവരെ അങ്ങനെ ഒത്തിരി ഫെമിലിയർ അല്ലാത്തൊരു ടൈപ്പ് ഒരു ഡിസൈൻ ആണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. നമ്മുടെ ഈ കളർ ബ്ലാക്ക് ആണ്. ബ്ലാക്കിന് കോമ്പിനേഷൻ ആയിട്ട് ബോട്ടം ദുപ്പട്ടയും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ ഷെയ്ഡിലാണ്. ഗ്രേക്കകത്ത് കംപ്ലീറ്റ്ലി പോൾക്കാ ഡോട്ട്സ് ആണ്. ഇതൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു ചുരി ബോട്ടം ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഫാബ്രിക്കും ആണ്. ദുപ്പട്ടയും സെയിം ആണ്, പോൾക്കാ ഡോട്ട്സ് ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1490 ആണ്. ഇനി നമുക്ക് ചന്തേരി തന്നെ വരുന്ന വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്, അത് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചന്തേരി തന്നെയാണ് മെറ്റീരിയൽ. അതിനകത്തെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഷാഡോ പ്രിന്റ് പോലെ ഒരു സ്റ്റാഗേർഡ് ആയിട്ടുള്ള ഒരു കളറിംഗ് ആണ് കംപ്ലീറ്റ് ത്രൂ ഔട്ട് വന്നിരിക്കുന്നത്. ഒരു ഗ്രേയും ക്രീമും കൂടി ചേർന്നിട്ട്. ഇനി അതിനകത്തെ യോക്ക് പോർഷൻ അല്ലെങ്കിൽ നടുവിലായിട്ട് വരുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റണ്ണിങ് സ്റ്റിച്ച് ആണ് കംപ്ലീറ്റ്. ഒരു ഡയമണ്ട് ഇതിൽ പോയിട്ട് അതിനകത്ത് മിറേഴ്സ് ആണ് കേട്ടോ. മിറേഴ്സിന് ചുറ്റും ആ സെയിം കളർ ത്രെഡ്. ഇതൊരു ഗ്രീൻ ആണ് ഇതിന്റെ കോംബോ വരുന്നത്. അതുപോലെ തന്നെ ഫാബ്രിക്കിന്റെ താഴെയും ഗ്രീൻ വെച്ചിട്ടൊരു സ്റ്റെപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പെയർ ചെയ്യുന്ന ബോട്ടം എന്ന് പറഞ്ഞാൽ ഗ്രീൻ കോട്ടൺ ആണ് വരുന്നത്. ദുപ്പട്ട എന്ന് പറയുന്നത് ബട്ടിക് പ്രിന്റ്സ് ഉള്ള ചന്തേരി തന്നെയുള്ള ബട്ടിക് പ്രിന്റ്സിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട. ഓക്കെ, താഴെ ടാസിൽസും അറ്റാച്ച്ഡ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1490 ആണ്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പീസാണ്. ഇതിന്റെ ഒരു വേറൊരു കളർ ചേഞ്ചും കൂടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കത് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് പീസ് വന്നിരിക്കുന്നത് എല്ലാം സെയിം ആണ് കേട്ടോ. ബോഡിയിലെ കളറൊക്കെ സെയിം ആണ്. ഇവിടെ യോക്കിൽ ആ ഒരു പോർഷൻ എംപാലൻ അവിടുത്തെ പോർഷന് വരുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് ബ്ലൂ കളറാണ് വരുന്നത്. നേരത്തെ ഗ്രീൻ ആയിരുന്നു, ഇത് ഡീപ്പ് ബ്ലൂ ആണ്. സെയിം മിററിന് ചുറ്റും ഒരു ബോർഡർ പോലെ വന്നിരിക്കുന്നത്. താഴെയും ആ ഒരു ബ്ലൂ തന്നെ അവൈലബിൾ ഉണ്ട്. അതിന് പെയർ ചെയ്യുന്ന ബോട്ടം എന്ന് പറഞ്ഞാൽ കോട്ടണിനകത്തുള്ള ബ്ലൂവും ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ബട്ടീക് പ്രിന്റ്സ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചന്തേരിക്കകത്ത് തന്നെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. പ്രൈസ് വന്നിട്ട് സെയിം 1490 ആണ്. ഇനി നമുക്ക് ചന്തേരി തന്നെയുള്ള വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്, അത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ചന്തേരി തന്നെയാണ്. ചന്തേരിക്കകത്ത് ഇത് വന്നിരിക്കുന്ന ഒരു ഗ്രേ കളറിലാണ്. ഗ്രേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഗ്രേ എന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് ഗ്രേയും ഒരു ഓഫ് വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക് വർക്കാണ്. ചന്തേരിക്കകത്ത് കംപ്ലീറ്റ്ലി ആപ്ലിക് വർക്ക് ചെയ്തതാണിത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതൊരു ഗ്രേ ആൻഡ് മെറൂൺ കോംബോയിലാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള ആപ്ലിക് വർക്ക്സ് ആണ് കംപ്ലീറ്റ്ലി ബോഡിയിൽ കംപ്ലീറ്റ്ലി വന്നേക്കുന്നത്. ഇനി ഇതിന് പെയർ ചെയ്യുന്ന ബോട്ടം എന്ന് പറഞ്ഞാലും റെഡ് കളർ കോട്ടൺ ആണ് വന്നേക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ദുപ്പട്ട എന്ന് പറഞ്ഞാലും ചന്തേരി സിൽക്കിനകത്ത് കംപ്ലീറ്റ്ലി ഒരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് കംപ്ലീറ്റ്ലി വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. സൈഡിൽ സെറീസും അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ് സെയിം ആണ്, 1490 ആണ്. ഇതിന്റെ കുറച്ച് കളർ ചേഞ്ചസ് ഉണ്ട്, നമുക്ക് അത് നോക്കാം. നമ്മുടെ ഈ കളർ വന്നിട്ട് നല്ലൊരു പിങ്ക് ആണ്. പിങ്ക് എന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞില്ല, അതൊരു പീച്ചിഷ് ഒരു പിങ്ക് ആണ്. അതിനകത്ത് ഒരു വൈറ്റ് ലൈൻസും കൂടി വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്.
ഇതിനകത്തും ആപ്ലിക് വർക്ക്സ് ആണ്. ആപ്ലിക് വർക്ക്സിനകത്തൊരു ബ്ലാക്ക് ഇതിലാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് കളറിലെ കോട്ടൺ ആണ്. ഇനി ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറഞ്ഞാലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ജോമെട്രിക്കൽ പാറ്റേൺ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് സെയിം 1490. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. നമ്മുടെ ഈ കളർ വന്നിട്ട് ഒരു ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ബ്ലൂവിനകത്ത് ആപ്ലിക് വർക്ക്സിന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ കളറാണ്. അതിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞാലും ഗ്രീൻ കളർ കോട്ടൺ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട സെയിം ജോമെട്രിക്കൽ പാറ്റേൺ ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. നല്ല കോംബോ ആണ്. പ്രൈസ് വന്നിട്ട് 1490. നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ഈ ടൈപ്പിലെ നമ്മുടെ ലാസ്റ്റ് മെറ്റീരിയലാണ്. ഇതെന്ന് പറഞ്ഞാലും സെയിം ആണ്. ഒരു ഗ്രീൻ കളറാണ് വന്നേക്കുന്നത്. എന്നിട്ട് ആപ്ലിക് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ ഷെയ്ഡിലും, അതുകൊണ്ട് തന്നെ ബ്ലൂ ആണ് അതിൻ്റെ ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ കളറിൽ ഒരു ജോമെട്രിക്കൽ പ്രിന്റ് ആണ് കംപ്ലീറ്റ്ലി ദുപ്പട്ടയിലും വന്നേക്കുന്നത്. പ്രൈസ് വന്നിട്ട് 1490. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മസ്ലിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് അത് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് വന്നേക്കുന്ന മസ്ലിനാണ്. ഇത് പ്യുവർ മസ്ലിനാണ്. ഈ മസ്ലിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ജോർജറ്റ് പോലെ തന്നെ നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്നതാണ്. ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഭയങ്കര ഇട്ടിട്ടുണ്ടായാലും നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ മസ്ലിൻ. യൂഷ്വലി ആൾക്കാർ ജോർജറ്റ് ഭയങ്കരമായിട്ട് ഒത്തിരി ചോദിക്കും. ബിക്കോസ് അത് നന്നായിട്ട് ബോഡി ഫിറ്റ് ആയിട്ടും ഒത്തിരി വർക്ക് ഒക്കെ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലോത്ത് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഈ മസ്ലിൻ എന്ന് പറഞ്ഞാൽ നല്ല ബോഡി ഫിറ്റിംഗ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാനും നന്നായിട്ട് ഒതുങ്ങിക്കിടക്കും. ഇച്ചിരി സൈസിലവർക്കാണെങ്കിലും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ഒതുക്കം തോന്നുന്ന ടൈപ്പ് ഒരു ഫാബ്രിക്കാണ് മസ്ലിൻ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇനി ഇത് വന്നേക്കുന്ന പ്യുവർ മസ്ലിനകത്ത് കംപ്ലീറ്റ്ലി പ്രിന്റ്സ് ആണ് വന്നേക്കുന്നത്. ഒരു ഗോൾഡൻ കളർ, ഒരു ക്രീം കളറിലെ പ്രിന്റ്സും അത് കൂടാണ്ട് അതിൻ്റെ ആ നടുവിലായിട്ട് ഒരു ബട്ടൺ പോലെ വന്നിട്ട് അതിനകത്ത് കവേർഡ് ചെയ്തേക്കുവാണ്. ഒരു ബ്ലാക്ക് ഇത് വെച്ചിട്ട് കവർ ചെയ്തിട്ട് പിന്നെ കുഞ്ഞു ബീഡ്സ് ഒക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. ഒരു ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് പെയർ ചെയ്യുന്ന ബോട്ടം എന്ന് പറഞ്ഞാൽ മസ്ലിൻ തന്നെയാണ്. അതിനകത്തും കംപ്ലീറ്റ്ലി പ്രിന്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത്. പ്രിന്റഡ് ആയിട്ടുള്ളൊരു മസ്ലിൻ ഫാബ്രിക്കാണ് ബോട്ടം വന്നേക്കുന്നത്. അങ്ങനെ ഇതിന് ദുപ്പട്ട എന്ന് പറഞ്ഞാലും മസ്ലിനകത്ത് തന്നെ കംപ്ലീറ്റ്ലി വർക്കാണ്. അതിന് കൂടാണ്ട് താഴെ ടാസൽസ് പോലെ ആക്ച്വലി ഒരു കോൺ ഇതിലാണ് വന്നേക്കുന്നത്. ഒരു എന്താ പറയണേ, ഈ ഒരു ടൈപ്പ് ഒരു സംഭവമാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള സെറ്റാണ്. ഇതിന് പ്രൈസ് വന്നിട്ട് 2290 ആണ്. പ്യുവർ മസ്ലിൻ ആയതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത്. പക്ഷെ കംപ്ലീറ്റ്ലി വർത്ത് ആണ്. നിങ്ങളിത് മേടിച്ച് നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ നല്ലൊരു പെർഫെക്റ്റ് പാർട്ടി വെയർ ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ഭയങ്കര കംഫർട്ടബിളും ആയിരിക്കും. അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ചസ് ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് മസ്ലിൻ ഫാബ്രിക്കിൽ വന്നേക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുന്ന ഒരു സ്റ്റാർ പാറ്റേണിലാണ് ഇത് കംപ്ലീറ്റ്ലി വന്നേക്കുന്നത്. അതിന് ഹൈലൈറ്റിംഗ് ആയിട്ട് ഒരു കൈൻഡ് ഓഫ് ഒരു റണി പിങ്ക് കളറിലെ ഇടയ്ക്കൂടെ പോയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതിപ്പം നിങ്ങൾ ദൂരത്ത് നോക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതാണ് ടോപ്പ് വരുന്നത്. ഇനി ഇതിന് ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നതും സെയിം മസ്ലിനിൽ തന്നെയാണ്. മസ്ലിനിൽ ലൈൻസ് ഉള്ള ഒരു ടൈപ്പാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഇനി ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ലോറി കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ്. അതായത് ഒത്തിരി വീതി കാണില്ല, വീതി ഇല്ലാത്ത ടൈപ്പ് ഇതാണ് വന്നേക്കുന്നത്. ദുപ്പട്ട വന്നിട്ട് ക്രേപ്പിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ താഴെയും ആക്ച്വലി ഹാങ്ങിങ്സ് ആയിട്ട് ടാസൽസിന് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഫാൻ ടൈപ്പ് ഓഫ് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ലോറി കൈൻഡ് ഓഫ് ദുപ്പട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സൈഡ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ മടക്കി ഇടേണ്ടത്. ഇത് അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. ബിക്കോസ് അതിനുള്ള വീതിയേ ഉള്ളൂ. ഒത്തിരി വീതി ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഒരു ദുപ്പട്ടയാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 2290 ആണ്. നമുക്കിനി നെക്സ്റ്റ് മെറ്റീരിയൽ നോക്കാം. നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മസ്ലിൻ തന്നെയാണ്. മസ്ലിനകത്ത് കംപ്ലീറ്റ്ലി ഒരു നാച്ചുറൽ മോട്ടീവ്സ് ആണ്. അതായത് നമുക്കിത് കംപ്ലീറ്റ്ലി ഒരു ലീഫ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ ആണ്. അതിൻ്റെ കൂടെ ഈ സാധാരണ ലീഫ് ഒരു പ്രിന്റ് ആണ് ഇത് പോയേക്കുന്നത്, ഒരു കൈൻഡ് ഓഫ് ഒരു ഡിജിറ്റൽ പ്രിന്റ്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പം ചില ലീവ്സിന് ആ ഒരു ഗ്ലിറ്ററിങ് ഫീൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാൽ ഭയങ്കര നാച്ചുറാലിറ്റി. അപ്പം ദൂരത്ത് നോക്കുമ്പോൾ ശരിക്കും ഭയങ്കര നല്ലൊരു എഫക്റ്റ് തോന്നും ആ ഒരു ഗ്ലിറ്ററിങ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. ഇതിന് പെയർ ചെയ്യുന്ന ബോട്ടം എന്ന് പറഞ്ഞാലും പിങ്കിനകത്ത് തന്നെ മസ്ലിൻ ഫാബ്രിക്കിൽ തന്നെ പിങ്കിനകത്ത് ഒരു കൈൻഡ് ഓഫ് വർക്ക് വരുന്നതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട്. ഇനി ഇതിന്റെ ദുപ്പട്ട എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലോറി കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ്. വീതി ഒത്തിരി ഉണ്ടാവാത്തൊരു ടൈപ്പാണ്. ഇത് വന്നിട്ട് ക്രേപ്പിനകത്താണ്. താഴേക്ക് വരുമ്പോൾ ടാസൽസിന് കൂടുതൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു കുഞ്ഞൊരു ഫാൻ കൈൻഡ് ഓഫ് ഒരു ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1890 ആണ്. ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടെ ഉണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ മസ്ലിനകത്തെ ലാസ്റ്റ് സെറ്റ് ആണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ളൊരു ബ്ലൂ കളറിലാണ് ഇത് വന്നേക്കുന്നത്. അതിനകത്തൊരു ഫ്ലോറൽ മോട്ടീവ്സ് ആണ്, കംപ്ലീറ്റ്ലി ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കംപ്ലീറ്റ്ലി പോയേക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. ഇതിന് പെയർ ചെയ്യുന്ന ബോട്ടം എന്ന് പറഞ്ഞാലും മസ്ലിൻ ഫാബ്രിക്കിനകത്ത് തന്നെ ജസ്റ്റ് ഒരു പാറ്റേൺ ഉള്ളൊരു ക്ലോത്ത് ആണ് ഇതിന് വന്നേക്കുന്നത്. ഇനി ഇതിന്റെ ദുപ്പട്ട എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ട്
ക്രേപ്പിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ലോറി കൈൻഡ് ഓഫ് ഒരു ദുപ്പട്ടയാണ്. അതായത് അധികം വീതിയില്ലാത്തൊരു ടൈപ്പാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സെറ്റാണ്. നമുക്ക് നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1890 ആണ്. ഇനി നമുക്ക് നല്ല പ്യുവർ സോഫ്റ്റ് കോട്ടണിലുള്ള കുറച്ച് 2 മെറ്റീരിയൽ ഉണ്ട്, അതും കൂടി നോക്കാം. നമുക്ക് ഇത് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. നമുക്ക് ഇനി സമ്മറാണ്, സമ്മറിന് പറ്റിയ ഒരു ക്ലോത്ത് ആണ്. നല്ല നമുക്ക് ഇടുമ്പോൾ നല്ല ഭയങ്കര സുഖം തോന്നുന്ന ടൈപ്പ് ക്ലോത്ത് ആണ്. ഓക്കെ, ഏറ്റവും ബോഡിക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എന്താണ് ഒരു ഫാബ്രിക്കാണ് കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മറിന്. അപ്പൊ ഇതിനകത്ത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പ്രിന്റ് വന്നേക്കുന്നത്. ഇനി അതിന്റെ കൂടെ തന്നെ ഈ സ്ലീവ്സിന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിങ്ക് പോങ്സ് പോലെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സൈഡിലും സ്ലീവ്സിന് വേണ്ടിയുള്ളത് കൊടുത്തിട്ടുണ്ട്. താഴെയും ആ പിങ്ക് പോങ്സ് പോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പെയർ ചെയ്യുന്ന ബോട്ടം എന്ന് പറഞ്ഞാലും ഇതൊരു കൈൻഡ് ഓഫ് ലെമൺ ഗ്രീൻ ആണ് കളർ. ലെമൺ ഗ്രീൻ കോട്ടൺ അകത്താണ് ഇതിന്റെ ബോട്ടം വരുന്നത്. ദുപ്പട്ട വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ലെമൺ ഗ്രീനകത്ത് തന്നെ എന്താണ് ക്രേപ്പിനകത്താണ് വന്നേക്കുന്നത്. ക്രേപ്പിനകത്ത് നേരത്തെ ഞാൻ കാണിച്ചില്ലേ, മസ്ലിന് കാണിച്ച പോലെ തന്നെ താഴെ ടാസിൽസും അതിനെ ഇച്ചിരി കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാൻ ലൈക്ക് ഒരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സെറ്റാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1590 ആണ്. ഇനി ഒരു സെറ്റും കൂടെ ഉണ്ട് സോഫ്റ്റ് കോട്ടൺ, അതും കൂടി നോക്കാം. നമ്മുടെ സോഫ്റ്റ് കോട്ടണിനകത്ത് ലാസ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് വീഡിയോയിലെ ലാസ്റ്റ് മെറ്റീരിയൽ ആണിത്. ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കളറാണ്. വൈറ്റ് കളറിനകത്ത് കംപ്ലീറ്റ്ലി വേർട്ടിക്കൽ ഒരു പ്ലെയിൻ ലൈൻസിന് പകരം ഒരു സ്ട്രക്ചേർഡ് രീതിയിലാണ് ലൈൻസ് പോയിരിക്കുന്നത്. ഒരു ഗ്രേയും അതുപോലെ ബ്ലാക്കിലുമാണ് കംപ്ലീറ്റ്ലി ഒരു പാറ്റേണിലാണ് പോയിരിക്കുന്നത്. ബാക്കിലും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന് പെയർ ചെയ്യുന്ന ബോട്ടം എന്ന് പറഞ്ഞാലും കോട്ടണിനകത്ത് തന്നെ ഒരു ചെക്കേർഡ് പാറ്റേണിലാണ് പോയേക്കുന്നത്. ഓക്കെ, ചെക്ക് പാറ്റേണിലാണ് കംപ്ലീറ്റ്ലി വന്നിരിക്കുന്നത്. ഇതൊരു ഡീപ്പ് ബ്ലൂ ആണ്. ഡീപ്പ് ബ്ലൂ എന്ന് വെച്ചാൽ ബ്ലാക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബ്ലൂ ആണ് ഇതിന്റെ ബോട്ടമായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ക്രേപ്പിൽ തന്നെ ഒരു ട്രാൻസിഷനാണ്. ഓക്കെ, വൈറ്റ് എന്നൊരു ബ്ലാക്കിലേക്കുള്ള ഒരു ട്രാൻസിഷനിലാണ് ആ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ്. താഴെ ഞാൻ നേരത്തെ ഇന്നത്തേക്ക് പറയുന്ന പോലെ തന്നെ സെയിം ടാസൽസിന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൻ പോലത്തെ ഇതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് നല്ല പ്യുവർ ചന്തേരിയുടെ കുറച്ച് സെറ്റ്, മസ്ലിന്റെ കുറച്ച് സെറ്റ്, പിന്നെ സോഫ്റ്റ് കോട്ടണിന്റെ സെറ്റ്. എല്ലാം തന്നെ നല്ല എലഗന്റ് പീസസ് ആണ്. കംപ്ലീറ്റ്ലി വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം. താങ്ക്